ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ പുതിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. നമ്മള് ബ്രെഡും അതുപോലെ മുട്ടയും ആണ് കേട്ടോ. ഇത് ഇന്റെ വെറൈറ്റിക്ക് ഉണ്ടാക്കണേന്. എല്ലാരും വിചാരിച്ചു ഇബനെന്താ ബ്രെഡും മുട്ട ഉണ്ടാകുന്ന. അല്ല, ഞാൻ എൻ്റെ താത്താക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കണ കണ്ടിട്ട് തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പാത്രം എടുക്കണം, പിന്നെ ഉള്ളി എടുക്കണം, മുളക് എടുക്കണം. അപ്പൊ അതൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് ഉള്ളി, മുട്ട, വെളുത്തുള്ളി ഇല്ല കേട്ടോ, സോറി, ഉള്ളി, തക്കാളി, മുളക് ഇത്ര എടുത്തുക്കണു. ഒന്ന് ഓംപ്ലേറ്റും ഒന്ന് ബ്രെഡ് മുക്കിങ്ങാണ്ട് ഫ്രൈ ആക്കണ ഒരു ഇതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഉള്ളി ഒന്ന് നുറുക്കാം. അപ്പൊ നമുക്ക് സ്ലൈസായി ഉള്ളി നുറുക്കട്ടെ ഗൈസ്. അപ്പൊ കട്ടില്ലാതെ നുറുക്കാം. അപ്പൊ അരിയട്ടോ ഗൈസ്. തീരെ വലുപ്പമില്ലാതെ ചെറിയ പീസായിട്ടാണ് ആക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മള് ഉള്ളി അങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് മുളക് ചെറിയ വട്ടത്തിന് നോക്കാം. അപ്പൊ നമ്മള് വട്ടത്തിൽ നുറുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി തക്കാളിയും പാടെ ഉള്ളി അരിഞ്ഞ അരിയട്ടോ ഗൈസ്. അപ്പൊ എല്ലാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നേരത്തെ എൻ്റെ താത്ത ഒമാൻക്ക് പോയ വീഡിയോ ഇട്ടപ്പോ എനിക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ എല്ലാ വീഡിയോക്കും അതേമാതിരി കിട്ടണം. അപ്പൊ നിങ്ങളെല്ലാരും അതിൻ്റെ ഒപ്പം ലൈക്കും പാടെ അടിച്ചാണ് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം. തക്കാളി കുറച്ച് മതി കേട്ടോ ഗൈസ്, ഓവറാക്കണല്ലോ. അപ്പൊ നമ്മള് ഇത് ഓംപ്ലേറ്റ് അടിച്ചാനുണ്ടോ ഇങ്ങനെ കാട്ടിക്കണേ. അപ്പൊ നമുക്ക് എല്ലാം പാത്രത്തേക്ക് ഇടാം കേട്ടോ ഗൈസ്. അപ്പൊ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ ഇടുന്നുണ്ട് ഗൈസ്. അപ്പൊ കുരുമുളക് എടുത്തിട്ട് തരാം. കുരുമുളക് ഇടണം. പിന്നെ എരിക്ക് വേണ്ടിട്ട് ഒരു മുളകും പാടെ ഇടാം കേട്ടോ ഗൈസ്. അപ്പൊ ഫസ്റ്റ് മുളക് ഇട്ടെടുക്കാം. മുളക് പിന്നെ കുരുമുളകും പാടെ ഇട്ടെടുക്കാം. പിന്നെ ഉപ്പിട്ടെടുക്കാം കേട്ടോ ഗൈസ്. അപ്പൊ ഉപ്പും പാടെ ഇട്ടെടുക്കാം. പിന്നെ ഒരു മുട്ട നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അപ്പൊ മുട്ട ഒരു മുട്ടയും പാടെ ഒഴിച്ചെടുക്കട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് അതങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ ഇനി വേറെ ഒരു മുട്ടയും പാടെ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാം. സാധാ ഉപ്പും മുട്ടയും പാടെ മിക്സ് ആക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് ബ്രെഡില് മുക്കിയിട്ട് റോസ്റ്റ് ചെയ്യാൻ കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക്
ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള ഇതും നമുക്ക് മിക്സ് ചെയ്ത് നോക്കട്ടെ ഗൈസ്. അപ്പോൾ കുറച്ച് കുരുമുളകും മുളകും എരിക്ക് വേണ്ടിയിട്ട് കുരുമുളകും മുളകും പാടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആണെങ്കിൽ മുളകൊക്കെ പക്ഷെ പിടിച്ചില്ല, അതുകൊണ്ട് അപ്പൊ ഗൈസ് അപ്പൊ ഇനി പാത്രം എടുത്തിട്ട് വരാട്ടോ. പാത്രം ഇതിന്റെ ചുവട്ടിലുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് പാത്രം എടുക്കാം, ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. അപ്പൊ നമ്മള് പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ചൂടാവാൻ വെക്കാട്ടോ ഗൈസ്. അപ്പൊ ഇത് വെറൈറ്റി ഒന്നും പറയാനില്ല, ചിലവര് ഇതേമാതിരി ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഞാന് ഇനി കമന്റ് ബോക്സ് ഞാൻ ഇപ്പൊ ഓപ്പൺ ആക്കിക്കൊണ്ടു. ഇനി നിങ്ങൾക്ക് ഒരു കണ്ടന്റ് പറഞ്ഞു തരുന്നുണ്ട്. കൊറേ കണ്ടന്റ് ഇപ്പൊ തീരെ കണ്ടന്റ് കിട്ടുന്നില്ല ഗൈസ്. അപ്പൊ അത്രയ്ക്ക് വീഡിയോ ഞാൻ എടുക്കണില്ല. അപ്പൊ ഇനി ഇത് ചൂടാട്ടെ. അപ്പൊ ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ഞാൻ രണ്ടെണ്ണം ഉള്ളു കേട്ടോ, എനിക്ക് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കണേ ഗൈസ്. അപ്പൊ ഈ 2 ബ്രെഡ് എടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഞാന് അളക്കച്ച ഇതുണ്ടല്ലോ ബ്രെഡ് മുക്കാനപ്പം കുറച്ചെണ്ണ ഇട്ടെടുക്കട്ടോ ഗൈസ്, കുറച്ചെണ്ണ ഇട്ടെടുക്കാം. അപ്പൊ ഇപ്പൊ പിന്നെ ഓൾറെഡി അതിലുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഇത് അതിൽ വെച്ചേക്കാം, മുട്ടയില് ഗൈസ്, മുട്ടയിൽ വെക്കാം. എണ്ണ ചൂടായിക്കൊണ്ട് തോന്നുന്നുട്ടോ ഗൈസ്. അപ്പൊ ഫസ്റ്റ് നമ്മള് മുട്ടയിൽ മുക്കിയിട്ട് ടോസ്റ്റ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ ഇയാൾക്കാണ് മുട്ട ഇത്. അപ്പൊ ഇവിടെ ഒരു തീയുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ആണോ ഒരു ബ്രെഡ് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ കുഴപ്പമില്ല, വേറെ എടുക്കാം. ഒരു മുട്ട പൊട്ടി പോയിട്ടോ. അപ്പൊ ഗൈസ് ഒന്ന് ഒരു മുട്ടിമാടെ എക്സ്ട്രാ വേറെ വെക്കാട്ടോ ഗൈസ്. അപ്പൊ ഒരു മുട്ട പൊട്ടിപ്പോയി ഗൈസ്. മുട്ടയല്ല, ബ്രെഡ് പൊട്ടിപ്പോയി ഗൈസ്, സോറി, ക്ഷമിക്കുക. അപ്പൊ ഇതിന്റെ സൗണ്ട് കേൾക്കണ്ട് തോന്നുന്നു. മൈക്ക് ഇട്ടിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ ടോസ്റ്റായി വരട്ടെ. അപ്പൊ ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാട്ടോ ഗൈസ്. അപ്പൊ നമ്മള് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഒരു വലിയ പ്ലേറ്റ് എടുക്കാം ഗൈസ്. നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇത് മതിട്ടോ ഗൈസ്. അപ്പൊ ഒരു ബ്രെഡും പാടെ വെക്കാട്ടോ ഗൈസ്, ഒരു ബ്രെഡും പാടെ.
അവള് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇത് ടോസ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മള് അടുത്ത ഓംപ്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോണത്. അത് കഴിഞ്ഞാല് അപ്പൊ ഇതായിക്കോട്ടെ ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കട്ടെ ഗൈസ്. അപ്പൊ അതിന് നമ്മള് എണ്ണ ഒഴിച്ചെടുക്കണുണ്ട് ഗൈസ്. അപ്പൊ നമ്മളെ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഓംപ്ലേറ്റ് കുറച്ച് വലുതായി പോയി ഗൈസ് തോന്നുന്നു. ഇതിലെപ്പുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ ഇട്ടിട്ട് ഇനി ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് ടോസ്റ്റ് ചെയ്ത ബ്രെഡുകള് സൈഡിലേക്ക് വരാം. അപ്പൊ ഇതൊന്ന് ആയിട്ട് ഞാന് പ്ലേറ്റിൽ ഇട്ടിട്ട് ഒഴിച്ചോട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് അങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഓംപ്ലേറ്റ് കുറച്ച് കൂടിപ്പോയി. ഞാന് വേണ്ട വിചാരിച്ചു, അപ്പൊ കൂടിപ്പോയി. അപ്പൊ നമുക്ക് ചീസ് ഞാൻ നോക്കിട്ടോ. അപ്പൊ അവിടെ ചീസ് ഇല്ല കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഞാൻ ഇടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബർഗർ ഉണ്ടാക്കണ തന്നെ ഇതും ചീസൊക്കെ ഇട്ടിട്ട് സെറ്റായി ഉണ്ടാക്കാട്ടോ. തോമും ഇടാം. ഇവിടെ തോമും ഇല്ല. അപ്പൊ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ചീസുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മള് കെച്ചപ്പും ബ്രെഡും മുട്ടും ടോസ്റ്റ് ചെയ്തത്, പിന്നെ മുട്ട, ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബ്രെഡിന്റെ കൂടി സോസ് ഒഴിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അപ്പൊ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മുട്ട പീസാക്കട്ടെ ഗൈസ്. അപ്പൊ മുട്ട നമുക്ക് പീസാക്കാം. ഒരു മുട്ട ഇവിടെ വെക്കാം. അതിന്റെ മേലെ കൂടി നമ്മളെ സോസ് ഒന്നുപാടെ ഒഴിക്കാം. സ്പ്രെഡ് ചെയ്യാം. അതിന്റെ മേലെ കൂടി പൊട്ടിയ ബ്രെഡ് വെക്കാം. പൊട്ടിയ ബ്രെഡ് വെക്കാം. അതിന്റെ മേലെ കൂടി കുറച്ചും പാട് സോസ് ഒഴിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അപ്പൊ അതിന്റെ മേലെ കൂടി മുട്ട വെച്ചെടുക്കാം. മേലെ കൂടി ഒന്നും പാടെ സോസ് ഒഴിച്ചെടുക്കാം. അപ്പൊ നമ്മളെ ബ്രെഡ് വെക്കാം. അപ്പൊ നമ്മളെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ മുട്ട ബാക്കിയാണ്. അപ്പൊ അത് ഞാനെന്നെ തിന്നും, അതാരും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബൈറ്റിന് ബർഗറിന്റെ മാതിരി ബൈറ്റ് നമുക്ക് കടിച്ചോക്കട്ടെ. അപ്പൊ ബൈറ്റ് നമുക്ക് എടുക്കാം. സെന്ററിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ ഗൈസ്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് വെരി നൈസ്, സെറ്റ് സാധനമാണ്. അപ്പൊ ഗൈസ് ഇതെല്ലാരും മസ്റ്റ് ട്രൈ ചെയ്യാട്ടോ. ഇതില് എല്ലാ റെസിപ്പിയും ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്താണ് തൂമ് എന്ത് ചീസ് ഇതും പാടെ വെച്ച സെറ്റ് സാധനമാണ്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പം ഇതും സെറ്റ് സാധനമാണ്. അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലേക്ക് അടിച്ചു പൊട്ടിച്ചോളിട്ടോ ഗൈസ്. അപ്പം എത്ര ഉള്ളത് വീഡിയോ. അപ്പം ഇനി ഞാൻ പറഞ്ഞു കമന്റ് ബോക്സ് ഓപ്പൺ ആയി ഇട്ടുകൊള്ളും. ഇനി നിങ്ങള് പുതിയ കണ്ടന്റ് ഒക്കെ പറയാം കേട്ടോ, എന്നോട് ചെയ്യാൻ പറ്റിയ. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ.